ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് റാഗിയാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റാഗിയാണിത്. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. റാഗിക്ക് പകരം റാഗി പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കാം. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു 2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാ റാഗിയും തേങ്ങയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കാം. അപ്പോൾ ദാ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടും കൂടി ഉണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൽ ബാക്കി വന്ന ഒരു കൊന്തുണ്ടല്ലോ, അത് വീണ്ടും ഞാനൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് അരിച്ചിട്ടെടുക്കണം കേട്ടോ. അരിച്ചെടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ റാഗിയുടെ മിൽക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 കപ്പ് അടുപ്പിച്ചാണ് കേട്ടോ ഉള്ളത്. അടുത്തതായിട്ട് ഈ ഒരു റാഗി മിൽക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും കൂടി വേണം കേട്ടോ. ഇതിപ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് തിക്കായി വരും കേട്ടോ. അതുവരെ വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മില്ലറ്റാണ് കേട്ടോ റാഗി എന്ന് പറയുന്നത്. റാഗിയിൽ ധാരാളം കാൽഷ്യവും അയണും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ മുതലും മുതിർന്നവർക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു മില്ലറ്റാണ് റാഗി. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും റാഗി ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ റാഗിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് തിക്കായിട്ടും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട കട്ട പോലൊക്കെ കിടക്കുന്നുണ്ട്. അത് കാര്യമാക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും കേട്ടോ. ഇതിലേക്ക് നമ്മൾ റാഗി അരയ്ക്കുന്ന സമയത്ത് കുതിർത്തി വെച്ചിട്ടുള്ള ബദാമും കൂടി ചേർത്തിട്ട് അരച്ചിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടി ഹെൽത്തിയും കൂടി ആയിരിക്കും കേട്ടോ ബദാമൊക്കെ. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ ശർക്കരേൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ശർക്കരയ്ക്കകത്ത് കല്ലും മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ശർക്കരേൻ്റെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം തീരുമാനിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതൊന്നുകൂടി കുറുക്കിയിട്ടെടുക്കാം. ആ ഒരു റാഗിയും അതുപോലെ തന്നെ ശർക്കരയും എല്ലാം കൂടി കിടന്ന് ഒന്നുകൂടി ഒന്ന് കുറുക്കി വരണം കേട്ടോ. അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ നെയ്യൊക്കെ ഒന്ന് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇത് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുള്ള നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം.
അപ്പോൾ അത് ആദ്യം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വാഴയില വെച്ചിട്ട് കുറച്ച് നെയ്യ് കൂടി ഒന്ന് തടവിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറണം, അതുവരെ ഒന്ന് മാറ്റി വെക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, ചൂടോടുകൂടി വേണമെങ്കിൽ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്നാക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റാഗി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എണ്ണയിൽ മുക്കി പൊരിക്കുന്ന പലഹാരങ്ങൾ കൊടുക്കാതെ ഇതുപോലുള്ളതൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും, ഹെൽത്തിയും ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. ഫ്രീസറിലല്ല കേട്ടോ, അല്ല താഴെ വെക്കണം, താഴെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. ഈ ഒരു സ്നാക്ക് നമുക്ക് 1-2 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഒരുപാട് റാഗി റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകില്ല. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.